ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും നമ്മുടെ നെവിൻ പടിയിറങ്ങിയിരിക്കുകയാണ്. എവിക്ഷൻ നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരെ 4 പേരെയും ആക്ടിവിറ്റി ഏരിയയിൽ ഉള്ള ഗാർഡൻ ഏരിയയുടെ അടുത്ത് വരാൻ പറയുന്നു. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ എല്ലാവരും നിൽക്കുന്നു. അതിനുശേഷം ഇവരുടെ അടുത്ത് ഒരു നൂല് കൊടുത്തിട്ടുണ്ട്, നൂല്. അപ്പോൾ ഈ നൂല് പിടിച്ച് വലിക്കുമ്പോൾ ഒരു ബാനർ അവിടെ പ്രത്യക്ഷപ്പെടും. ആ ബാനർ താഴ്ന്നു വരും. ആ ബാനറിൽ നിങ്ങൾ സേവ് ആണോ എവിക്റ്റഡ് ആണോ എന്ന് കാണിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മുടെ അനുമോളും അനീഷും ഷാനവാസും നെവിനും ഒരേ സമയം ആ നൂല് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ നൂല് പിടിച്ച് വലിക്കുമ്പോൾ അനുമോൾ ആദ്യം സേവായെന്ന് കാണിക്കുന്നു, ഷാനവാസ് സേവായെന്ന് കാണിക്കുന്നു, പിന്നീട് നമ്മുടെ അനീഷും സേവായെന്ന് കാണിക്കുന്നു. അടുത്ത പിടിച്ച് വലിക്കുമ്പോൾ നെവിൻ എവിക്റ്റഡ് എന്ന് ഒരു റെഡ് അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നു. നെവിൻ വളരെ ഹാപ്പി ആയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത പോലെ ഞാൻ ടോപ്പ് 5-ൽ വന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്, അപ്പോൾ എവിക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നെവിൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെയുള്ള 3 മത്സരാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാം പറഞ്ഞ് ഹാപ്പി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് നെവിൻ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ എവിക്ഷൻ വീഡിയോയിൽ കാണുന്നത്. നെവിൻ എന്തായാലും ലാലേട്ടൻ്റെ അടുത്തെത്തി. ആ വീട്ടിൽ ഇതുവരെ എത്തിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ പ്രൂവ് ചെയ്തു ലാലേട്ട, എൻ്റെ കൂടെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഞാൻ ടോപ്പ് 4-ൽ എത്തിയത്, അതൊരു വലിയ നേട്ടമാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ പോകുന്ന വീഡിയോ നമുക്ക് കാണാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും മികച്ചൊരു എൻ്റർടൈനർ ആയിരുന്നു നെവിൻ. നെവിനെ അത്രയും നാൾ അവിടെ നിന്ന് നിർത്തിയ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരു PR-ൻ്റെയും ബലമില്ലാതെയാണ് നെവിൻ അവിടെ നിന്നത്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എവിക്ഷൻ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.